അതെങ്ങനെ? നമ്മുടെ പാർട്ടിയിൽ അണികളെക്കാൾ കൂടുതൽ നേതാക്കന്മാരല്ലേ ഉള്ളൂ, പിന്നെ ആര് വോട്ട് ചെയ്യാൻ? ഏകാധിപതിയെ പോലെ നാട് വാഴുന്ന പൊന്നുകമ്പരാട്ടിയല്ലേ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? പിച്ചക്കാരുടെ പിച്ചച്ചട്ടെ കൈയിട്ട് വാരി ലോകം ചുറ്റാൻ. അതാണ് സത്യഭാമ. ഏതാണ്? തമ്പ്രാനെത്തിരി കട്ടം പൊടിച്ചാൽ അമ്പലവാസികൾ ഒക്കെ കക്കും. വരുന്നു പാർട്ടിയുടെ സുസ്മിദാസൻ. മുളീന്നുള്ള ഇറക്കുമതിയാ. ചുമ്മാതെ യുവാക്കളെ വഴിതെറ്റിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. അതെപ്പോഴേ റെഡി. നീയാണ് പാർട്ടിയുടെ കരുത്ത്. ഈരാമ്പറ്റിക്ക് മരപ്പെട്ടി നിർത്തോളം പാർട്ടി പറ്റിക്കോ. ഇതെന്തുവാ? പണ്ടോറയുടെ വെട്ടിയോ? നീതി കാക്കുന്ന ഭൂതത്തെ പോലെ ചുറ്റിലും നിൽക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ട് ഹാജിയാർക്ക് മനസ്സിലായില്ലേ? അതെങ്ങനെ സത്യഭാമ മേഡം? ഹാജിയാർക്ക് ആകെയുള്ള യോഗ്യത 4ാം ക്ലാസ്സിൽ 10 തവണ തോറ്റു എന്നുള്ളതിൽ കവിഞ്ഞ് അധികാര കസേലയിൽ കടിച്ചു തൂങ്ങി കെട്ടിയോളെയും കുട്ടിയോളെയും കൂട്ടി നാട് ചുറ്റുന്നതിലല്ലേ യോഗ്യത? എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. കാര്യം എന്റെ മകൾ കാലുവാരിയാണെങ്കിലും കേന്ദ്ര ഫണ്ട് അവൾ വിചാരിച്ചപ്പോൾ പുഷ്പം പോലെ ഇങ്ങനെ എത്തിയില്ലേ? അപ്പൊ ഇനിയുള്ള ചർച്ച ഇലക്ഷൻ ഫണ്ട് വീതം വെക്കുന്നതിനെ കുറിച്ചാവും. അതല്ലാതെ അത് തന്നെ അത്ര പറയുന്നു. യോഗ്യതയില്ലാത്തവരെയൊക്കെ പിടിച്ച് കയറ്റിയ ആരാണ് ആചാര്യ ഈ യോഗ്യർ? അധികാരത്തിന് വേണ്ടി നാഴികയ്ക്ക് 40 വട്ടം കാല് വാരുന്നവരോ? ആ പറഞ്ഞത് കറക്റ്റാ. കാല് വാരുന്നതിന് ഇവിടെ ചിലരൊക്കെ മിടുക്കരാണ്. നാടിന്റെ വികസനത്തിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടുകൾ സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്യുന്നവരോ? പറഞ്ഞതിലും കാര്യമില്ലാതില്ല അല്ലേ ഭാസ്കരേട്ടാ? കേന്ദ്ര ഫണ്ടിന് വേണ്ടി മുറവിളി കൊട്ടുന്ന സത്യവാമേച്ചി രാജിവെക്കുക, 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 രാജിവെക്കുക. അതാണ് സത്യവാമേനെ ഒരു ദിവസത്തെ ചെലവ് എത്ര കോടികളെന്നറിയോ? വീട് ഭരിക്കാൻ യോഗ്യതയില്ലാത്തവർ നാട് ഭരിക്കുക. അല്ല, അത് ഒരു കണക്കിൽ ശരിയാ. ഇവിടെ ചിലരൊക്കെ ലൈൻ വലിക്കുന്നുണ്ട്. എന്തായാലും വലിക്കുന്നതൊക്കെ കൊള്ളാം. 11 KB കൊള്ളാതിരുന്നാൽ മതി. അതിപ്പോൾ ഒരാൾ അനുഭവിച്ചതിന്റെ കേടുപാട് തീർന്നിട്ടില്ല. ഉള്ള MLA സ്ഥാനവും പോയി, കാരാഗ്രഹവാസം മിച്ചം. എനിക്ക് ഉണ്ടാക്കാനായിട്ട് ആരും വരണ്ട. എന്റെ ജന അംഗീകാരം തീർക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കെട്ടിച്ചമച്ച കഥയാ. അപ്പൊ ഗർഭോ? അത് ഗർഭമായിരിക്കും. ആരുടെ ഗർഭം? അങ്ങനെയും സംഭവിച്ചുകൂടായി ഇല്ലല്ലോ. റോക്കറ്റ് പോലെ അങ്ങ് കുമള പോലെ ദേ കിടക്കുന്നു. ഇത് നിയമസഭ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ആചാര്യൻ അങ്ങ് ദുബായിലേക്ക് പറഞ്ഞതാ. തിരിച്ചു വന്നപ്പോ കൂടുമില്ല കൊടുക്കില്ല. ആചാര്യൻ രാജിവെക്കുക, ആചാര്യൻ രാജിവെക്കുക. സത്യവാമ രാജിവെക്കോ? സർവത്ര കുഴപ്പമാ. രാഷ്ട്രസ്വഭാവം, ഭരണപരാജയം, ദൂർത്ത്, അഴിമതി. ഘടകകക്ഷികൾക്ക് സമ്മതമാണെങ്കിൽ എന്റെ മകൾ ഖത്രീനെ പാർട്ടി നയിക്കും. അതങ്ങ് വീട്ടില് നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്രം തന്നില്ലേ തന്നില്ലേ എന്ന് മുറവിളി കൂട്ടുന്ന മാഡത്തിന് അറിയുമോ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ എങ്ങനെയാ ഈ ഫണ്ടൊന്ന് ഒപ്പിച്ചതെന്ന്? അതുകൊണ്ട് പാർട്ടി നയിക്കാൻ എനിക്കാണ് യോഗ്യത. ആദ്യം ഒരു വീട് ഭരിച്ച് കാണിക്ക് കൊച്ചേ, എന്നിട്ടാവാ നാട് ഭരിക്കല്. പെണ്ണിന്റെ ഒരു പൂതിയെ ഖത്രിയ കുട്ടി നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാ മതി. ഈ ആര്യാര് ജീവിച്ചിരുന്നത്തോളം കാലം ആ അരി ഈ കലത്തിൽ വേവില്ല പരമുട്ടിയെ. ആ അരി ഈ കലത്തിൽ വേവ് നോക്കട്ടെ. ആചാര്യ മൂരാച്ചി നിന്നെ പിന്നെ കണ്ടോളാം. പിന്നെ ആക്കണ്ട, ഞാൻ ഇപ്പൊ കണ്ടോ. വേണ്ട, ആദ്യാരെ മൂലാച്ചനെ കാണിച്ചാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചു. ഏതായാലും നമ്മുടെ പാർട്ടി ജയിക്കുകയാണെങ്കിൽ അപ്പൊ തീരുമാനിക്കാം ആരാവണം പാർട്ടി നേതാവെന്ന്. എങ്ങനെ ജയിക്കും? ഒരു യാത്ര, 4 ദിശയിൽ നിന്ന് 4 നേതാക്കന്മാർ നയിക്കുന്ന ഒരു യാത്ര. അടിപൊളി. ഇത് നല്ല
നല്ലൊരാശയം. ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇത് തന്നെ ഒരു മാർഗം. അപ്പൊ പൊട്ടിക്കാം. എന്ത് പെട്ടി? എന്നാ പിന്നെ നടക്കട്ടെ. അപ്പൊ എടുക്കല്ലേ തുറക്കല്ലേ? നാളിങ്ങനെ ഇപ്പൊ തുറക്കുന്നത് എന്ത്? ഇതിലൊരു കടലാസ് മാത്രമേ ഉള്ളൂ. സോറി, തെരഞ്ഞെടുപ്പ് ഫണ്ടില് എനിക്കൊന്നും സോറി, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ട് യുദ്ധ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ എടുത്തു. ആര്? കിണ്ണം കട്ട കള്ള. അപ്പോഴും വിഡ്ഢികൾ, പാവം ജനങ്ങൾ.